ഈ കർണാടക പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആര്യ അത്ര പെട്ടെന്ന് അവിടെ മണ്ണുമാന്തി ഉള്ള പരിശോധനയിലേക്കൊന്നും പോവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഈ സാക്ഷിയുടെ മൊഴി 2 ദിവസം വിശദമായി എടുത്തിട്ടുണ്ട്. ഈ മൊഴിയെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ച ശേഷം ഒരു അന്വേഷണ സംഘം ഒന്നുകൂടി യോഗം ചേർന്നൊക്കെ ഈ നടപടികളിലേക്ക് കടക്കാൻ പോവുകയുള്ളൂ. ഏതായാലും ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഭൂരേഖ, അതുപോലെ തന്നെ റവന്യൂ, വനമേഖലയാണ് ആ മേഖല മുഴുവൻ. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സാന്നിധ്യം SIT ക്യാമ്പിലൊക്കെ ഉണ്ടായത്. ഈ പ്രദേശങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ മറ്റ് ഖനന പ്രവർത്തനങ്ങളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ തുടങ്ങിയൊക്കെ പരിശോധിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. ഏതായാലും ഇവരുടെ കൂടി പിന്തുണയോട് കൂടിയാണ്, അതീവ സുരക്ഷാ മേഖലയാണ്, പരിസ്ഥിതി ലോല പ്രദേശമാണ്, ഇവിടേക്ക് കുഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാലാണ് അവരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് വർഷങ്ങളുടെ പഴക്കം ഈ അവശിഷ്ടങ്ങൾക്ക്, അവിടെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ, അവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആരുടേതാണ് എന്ന് തിരിച്ചറിയുക വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ധർമ്മസ്ഥല, ബെൽത്തങ്കടി ഈ 2 പോലീസ് സ്റ്റേഷൻ പരിധികൾ, അതുപോലെ തന്നെ ഉടുപ്പി ജില്ലയിലെയും ദക്ഷിണ കന്നഡ ജില്ലകളിലെയും ഏതെങ്കിലും ആളുകൾ കാണാതായിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു പട്ടിക തയ്യാറാക്കും. ഇതിൽ അസ്വാഭാവികതയുള്ള കേസുകൾ തരംതിരിച്ച് പ്രത്യേകം അന്വേഷിക്കും. അങ്ങനെയുള്ള ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി വളരെ നിർണായകമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കങ്ങളും. ശ്രീധരൻ പറഞ്ഞതുപോലെ സമയമെടുത്ത് മിസ്സിംഗ് കേസുകളൊക്കെ കണ്ടെത്തി അതിൽ അസ്വാഭാവികതയുള്ള കേസുകൾ പരിശോധിച്ചായിരിക്കും മണ്ണ് മാന്തി അടക്കമുള്ള പരിശോധനയിലേക്ക് മുന്നോട്ട് പോവുക.